ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതുവരെയുള്ള കാര്യങ്ങൾ വ്രതമെടുത്ത കുട്ടി വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ കാണാനുണ്ട്. ഒരു വിട്ടുവീഴ്ചയില്ലാതെ എല്ലാ കർമ്മങ്ങളും അവൾ അനുഷ്ഠിക്കുന്നുണ്ട്. തറവാടിനെ കുറിച്ച് മറ്റാര് ചിന്തിക്കുന്നതിനേക്കാളും നന്നായി തന്നെ കൃഷ്ണമോള് ചിന്തിക്കുന്നുമുണ്ട്. സാധാരണ ഈ പ്രായത്തിലുള്ള ഒരു കുട്ടിയോട് ഇതൊക്കെ പറയുമ്പോ മനസ്സിലൊരു ആശങ്കയുണ്ടായിരിക്കുമല്ലോ തിരുമേനി. പക്ഷെ കൃഷ്ണമോളുടെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല. നല്ലത്. ഇന്ന് രാത്രി മുതൽ പൂജകൾ അതികഠിനമായിരിക്കും. അപകടം നിറഞ്ഞ സന്ദർഭങ്ങളിലൂടെ ആ കുട്ടിക്ക് കടന്നു പോകേണ്ടി വരും. അത്തരം അപകടം നിറഞ്ഞ സന്ദർഭങ്ങളെ പ്രാർത്ഥന കൊണ്ടും വ്രതശുദ്ധി കൊണ്ടും തന്നെയാണ് തോൽപ്പിക്കേണ്ടത്. തിരുമേനി, പൂജകൾ നടക്കുന്നതിനിടയിൽ സർപ്പകോപത്തിനോ സർപ്പദംശനത്തിനോ സാധ്യതയൊന്നും ഉണ്ടാവില്ലല്ലോ. നാഗപ്രീതിയും നാഗകോപവും നമുക്ക് പ്രവചനീയമല്ല. അതാദ്യം മനസ്സിലാക്കൂ. അനുഗ്രഹത്തിന് യാചിക്കാനേ നമുക്ക് പറ്റൂ. അനുഗ്രഹം നൽകേണ്ടത് ദൈവമാണ്. പ്രാർത്ഥന നടക്കട്ടെ, അത്രേ നമുക്ക് പറയാനുള്ളൂ. മമ്മി എവിടെ പോവാ? ഇന്ന് ഓഫീസില് പ്രധാനപ്പെട്ട 1-2 മീറ്റിംഗ് ഉണ്ട്. ഇന്ന് പോണം നിർബന്ധാണോ? അതെ മോളെ. നിനക്കൊല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അതോ ഇന്നലെ രാത്രിയിലത്തെ പേടി ഇതുവരെ മാറിയില്ലേ? പേടിയൊക്കെ നേരം എടുത്തപ്പോ മാറി മമ്മി. ഞാൻ കരുതിയത് രാവിലെ തന്നെ മമ്മി ഒന്ന് കളരിക്കലേക്ക് പറഞ്ഞു വിടാന്നാ. അവിടെ എന്താ? അല്ല, അവിടെ പൂജയൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയണല്ലോ. കൃഷ്ണ അതൊക്കെ സിൻസിയറായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. മമ്മി ഒരു കാര്യം ചെയ്യും, കളരിക്കൽ പോയി എല്ലാം ഒന്ന് നേരിട്ട് അറിഞ്ഞിട്ട് വാ. പൂജയൊക്കെ അവിടെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അതിനൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു കുടുംബമാണ് കളരിക്കൽ കുടുംബം. അതൊക്കെ അവർ നോക്കിയോളൂ. എനിക്കിറങ്ങണം. മമ്മി മമ്മി പ്ലീസ് മമ്മി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. പൂജകളൊക്കെ അവള് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ നവീനുമായിട്ട് അവൾക്ക് ഒരു അടുപ്പമില്ലാന്ന് ഇവിടെ നിന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ പറഞ്ഞത്, മമ്മി ഒന്ന് പോയി അന്വേഷിച്ചേ പറ്റൂ. ഗാഥ, ഇന്നലെ രാത്രി എന്തൊക്കെയാ നടന്നെന്ന് ഓർമ്മയുണ്ടല്ലോ. കൃഷ്ണയുടെ കാര്യം പറഞ്ഞ് നീ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അത് കഴിഞ്ഞ് ചെന്ന് കിടന്നിട്ട് പാമ്പിന്റെ സ്വപ്നവും കണ്ടു. ആ നേരത്തെ നിന്റെ പേടി എന്താണെന്ന് ഓർമ്മയുണ്ടോ? എത്ര ദയനീയമായിട്ടാണ് നീ നിലവിളിച്ചതെന്ന് ഓർമ്മയുണ്ടോ? നോക്ക്, നവീനെ സുമിത്രയൊക്കെ ഞാൻ വിളിച്ചായിരുന്നു. അവിടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. കൃഷ്ണയുടെ വ്രതം കൊണ്ട് കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അതിൽ കൂടുതൽ ഇപ്പൊ തൽക്കാലം അറിയണ്ട. എന്റെ മമ്മി, എന്നാലും എന്റെ മോളെ, ഈ മീറ്റിംഗ്സ് അർജന്റാണ്. എനിക്ക് പോവാതെ പറ്റില്ല. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് സംസാരിക്കാം, കേട്ടോ? നോക്ക്, അവിവേകം ഒന്നും കാട്ടിക്കൂട്ടാനായിട്ട് ശ്രമിക്കരുത്. ഇതിനു മുമ്പ് കളരിക്കലേക്ക് പോയ പോലെ പോവാനായിട്ട് ശ്രമിക്കരുത്. ശാപ അവളുടെ പുറകെ മാത്രമല്ല, നിന്റെ കൂടെയുണ്ട്.